എല്ലാവർക്കും നമസ്കാരം. ശിവത്തിലേക്ക് സ്വാഗതം. നമ്മളെപ്പോഴും ആത്മീയതയെക്കുറിച്ചിട്ടും ഊർജ്ജ വ്യത്യാസങ്ങളെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കാറുണ്ടല്ലേ. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലും ആത്മീയ രംഗത്തും ആത്മീയ ലോകത്തൊക്കെ ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന, എന്നാൽ അതേ സമയത്ത് പലരുടെയും ഉള്ളിൽ വലിയൊരു ഭാഗമായിട്ട് കിടക്കുന്ന, ഭയമായിട്ട് കിടക്കുന്ന ഒരു വാക്കിനെ കുറിച്ചിട്ടാണ്. ട്വിൻ ഫ്ലെയിം. ഓക്കെ, വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ട്വിൻ ഫ്ലെയിം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലൊരു പരിഭ്രാന്തിയോ നെഞ്ചടിപ്പോ അല്ലെങ്കിൽ വലിയോ സങ്കടമോ വരാറുണ്ടോ? എങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അനുഭവിക്കുന്ന ആ മാനസികാവസ്ഥ 100% ശരിയാണെന്നാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ അടുത്ത കാലത്തായിട്ട് എന്നെ സമീപിക്കുന്ന ഭൂരിഭാഗം ആളുകളും പറയുന്നത്, ചെറിയൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ വലിയ പേടിയാണ്, ഇതൊരു വലിയ ഭാരമായിട്ട് ട്രോമയായിട്ട് മാറുന്നു, എനിക്കിതിൽ നിന്ന് ഒരു കാലത്തും മോചനമില്ല എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പേരിനോട് ഇത്രയും വെറുപ്പും പേടിയും വരുന്നത്? കാരണം ഈ ലേബൽ, അതായത് ഒരു ലേബലാണ്, നമ്മൾ ഒരു ടാഗായിട്ട് അങ്ങനെ കെട്ടിത്തൂക്കിയിരിക്കുകയാണ്. ഈ ലേബലിൻ്റെ മറവിൽ പലരും അനുഭവിച്ച മാനസിക പീഡനങ്ങളും കണ്ണീരും വഞ്ചനയും അത്രത്തോളം വലുതാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ട്വിൻ ഫ്ലെയിം എനർജിക്ക് പിന്നിലെ യഥാർത്ഥ നിഗൂഢത എന്താണെന്നും ഈ പേരിനോടുള്ള പേടി മാറ്റി നമുക്ക് എങ്ങനെ ഹീലാകാം എന്നും, ഒപ്പം പലർക്കുമുള്ള വലിയൊരു സംശയമായ രണ്ടുപേർക്കും ഒരേ സമയത്ത് ഒരേപോലെ ഈ എനർജി ഫീൽ ചെയ്യുമോ എന്നതിനെക്കുറിച്ചിട്ടുമാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കേൾക്കുക. ഇത് നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കേട്ടു പോയാൽ മതി. ഓക്കെ, നിങ്ങളുടെ മനസ്സിലെ പല ഭാരങ്ങളും ഒഴിഞ്ഞു പോകുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഭയപ്പെടുന്നത് ട്വിൻ ഫ്ലെയിം എന്ന പ്രപഞ്ച സത്യത്തെയല്ല, മറിച്ച് ആ പേരിൻ്റെ മറവിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ചില കൈപ്പേറിയ അനുഭവങ്ങളും ആ റിലേഷൻഷിപ്പ് തന്ന മാനസിക വേദനകളെയുമാണ്. ഇന്ന് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയാൽ കാണാം, ട്വിൻ ഫ്ലെയിം യാത്ര എന്നാൽ എപ്പോഴും കരച്ചിലായിരിക്കും, കാത്തിരിപ്പായിരിക്കും, അത് വലിയൊരു വേദനയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ റൊമാൻറ്റിക് സൈഡും കൂടി ഒരേ സമയത്ത് വിശകലനം ചെയ്യും. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നമുക്കൊരു റൊമാൻറ്റിക് സൈഡായിരിക്കും മിക്ക ആളുകളും കാണിച്ചു തരുന്നുണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് സമൂഹം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്വിൻ ഫ്ലെയിം എന്ന് പറയുമ്പോൾ ഒരു റൊമാൻറ്റിക്, അവിടെ ഫിസിക്കൽ യൂണിയൻ നടക്കുന്നു, അതിനപ്പുറത്തേക്ക് വേറൊരു ലോകമില്ല എന്നുള്ള തരത്തിലൊക്കെയാണ് പലരും പല ഫാൻറ്റസി സ്റ്റോറീസും ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൽ വലിയ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും തങ്ങളുടെ ജീവിതത്തിലെ ടോക്സിക് റിലേഷൻഷിപ്പുകളെ പോലും ട്വിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് വിളിച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ പങ്കാളി നിങ്ങളെ മാനസികമായിട്ട് വേദനിപ്പിക്കുമ്പോഴും നിരന്തരം അവഗണിക്കുമ്പോഴും ചതിക്കുമ്പോഴൊക്കെ ട്വിൻ ഫ്ലെയിം യാത്രയിലെ സെപ്പറേഷൻ സ്റ്റേജാണ്. അതായത് നമുക്ക് പല റെഡ് ഫ്ലാഗ്സും നമ്മൾ ട്വിൻ ഫ്ലെയിം ആണെന്നുള്ളൊരു ലേബലിൽ കൊണ്ടു നടക്കുക ചെയ്യുന്നത്. സോ റണ്ണർ ചേസർ കളിയാണെന്ന് സ്വയം വിശ്വസിപ്പിച്ച് ആ വേദന സഹിക്കാൻ പലരും തയ്യാറാവുകയാണ്. ഇനി നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരുപാട് ഫാൻറ്റസിയിൽ കൂടി സഞ്ചരിച്ചതുകൊണ്ടായിരിക്കാം, എല്ലാവരുടെയും കഥയല്ല കേട്ടോ, ഒരുപാട് പേര് പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ ഒന്ന് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ. സ്വന്തം കുടുംബത്തെ തന്നെ അവർക്ക് അംഗീകരിക്കാൻ പറ്റാതെ പോകുന്നൊരവസ്ഥ. നമ്മുടെ കുടുംബത്തിലൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം സൗന്ദര്യ പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ പലരും കാർമികമായിട്ട് ചിത്രീകരിച്ച്, ഇതല്ല നിങ്ങളുടെ ബന്ധം, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം പുറത്താണ്, നിങ്ങൾ അവരെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു ലേബലിൽ പലർക്കും കുടുംബജീവിതം നഷ്ടമായി പോകുന്നൊരു അവസ്ഥ ഇന്ന് കണ്ടുവരുന്നുണ്ട്. വളരെ വേദനയോടെ തന്നെയാണ് ഞാനിത് പറയുന്നത്. ഒരുപാട് പേരെ എനിക്കറിയാം. ഓക്കെ, അപ്പോൾ പലർക്കും അവരുടെ ഫാമിലി ലൈഫ് നഷ്ടമായിട്ടുണ്ട്, പലർക്കും കുട്ടികൾ അനാഥമായി പോയ അവസ്ഥയുണ്ട്. അങ്ങനെ പലതരം സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന, മാനസികമായിട്ട് ഡിപ്രഷനിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാർ, അങ്ങനെ പല തരത്തിലുള്ള ട്രോമ അനുഭവിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റിനും ഇപ്പോൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ത് തന്നെ ആയിക്കോട്ടെ, ട്വിൻ ഫ്ലെയിമോ കാർമിക്കോ ഇനി സോൾമേറ്റോ എന്ത് തന്നെ ആരെങ്കിലും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് തന്നാലും, നിങ്ങളെ ലേബലൊന്ന് ആദ്യം മാറ്റി വയ്ക്കുക. എങ്കിൽ മാത്രമേ ഹീലിംഗ് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, ചിലപ്പോൾ കുടുംബത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും പരസ്പരം സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന വിഷയങ്ങളായിരിക്കും. അവിടെ ഒരു പുറത്തു നിന്നൊരു ബന്ധം വരുമ്പോൾ, അത് ട്വിൻ ഫ്ലെയിം ആയിക്കോട്ടെ, അല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു ബന്ധം വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരിക്കലും തീർക്കാൻ പറ്റാതെ, അതായത് ഇവിടെയുള്ള ലൈഫ് കാർമിക് ലേബൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലെ തെറ്റുകളെ നമ്മൾ അംഗീകരിക്കാൻ പറ്റാതെ പോകുന്നു. അവർക്ക് തിരുത്താനൊരു അവസരം നമ്മൾ കൊടുക്കാതെ പോവാണ്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ആക്ച്വലി ട്വിൻ ഫ്ലെയിം എന്നൊരു കണക്ഷൻ നമ്മുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് അവരുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല,
നമുക്കൊരു ആത്മീയമായിട്ടുള്ളൊരു കണ്ണാടി മാത്രമാണത്. നമ്മുടെ ഉള്ളിലെ പല കുറവുകളെയും മാറ്റുന്ന സമയത്ത് ചില ബന്ധങ്ങൾ, നമുക്ക് ചുറ്റിനുമുള്ള ആളുകൾ ചിലപ്പോൾ മാറി വരാറുണ്ട്. ചിലപ്പോൾ നിങ്ങളിപ്പോൾ നിൽക്കുന്ന അവസ്ഥ ടോക്സിക് ആണെങ്കിൽ അതിൽ നിന്ന് മാറി മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യം നിങ്ങൾക്ക് വന്നു ചേരും. ഓക്കെ. അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ ഒരു ലേബൽ മാറ്റി സ്വയം ഹീലിങ്ങിന് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ വേദനിക്കലും കണ്ണീരൊഴുക്കലും മാത്രമല്ല ആത്മീയത എന്ന് പറയുന്നത്. ഏതൊരു ആത്മീയ ബന്ധവും നിങ്ങളുടെ ഉള്ളിൽ സമാധാനവും സന്തോഷവുമാണ് ഉണ്ടാക്കേണ്ടത്. നിരന്തരമായിട്ടുള്ള അപകർഷതാബോധം, സമാധാനക്കേടുമാണ് ഒരു ബന്ധം തരുന്നതെങ്കിൽ അത് ട്വിൻ ഫ്ലെയിം എന്നൊരു ലേബലിലാണെങ്കിൽ പോലും അവിടെ വലിയ ട്രോമകൾ ജനിക്കുകയാണ് ചെയ്യുന്നത്. ആ വേദന അനുഭവിച്ച് തീർത്ത നിങ്ങളുടെ മനസ്സിപ്പോൾ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രതിരോധം തീർക്കും. അപ്പോൾ ആ പേരിനെ കണ്ടിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അതൊരു ലേബൽ മാത്രമാണ്. ആ ലേബലുകളേക്കാൾ വലുതാണ് നിങ്ങളുടെ മനസ്സമാധാനവും നിങ്ങളുടെ ജീവിതവും. അപ്പോൾ ഇങ്ങനൊരു ബന്ധം വന്നു, അപ്പോൾ എനിക്കിനി ഒരിക്കലും ഇതിൽ നിന്ന് മോചനം ഉണ്ടാവില്ലേ, ഇവരൊരിക്കലും ഒഴിവാക്കാൻ പാടില്ല, ഇങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ വരുന്നുണ്ട്. ഓക്കെ. ഒരു തരത്തിലും നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ. ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾ തിരിച്ചറിഞ്ഞു. അവിടെ നമ്മുടെ ആ ഒരു ബന്ധം നിങ്ങൾക്ക് സമാധാനമല്ല തരുന്നത്. ബുദ്ധിമുട്ടാണെങ്കിൽ അത് എത്ര നിങ്ങൾക്ക് മുൻപേ സമാധാനം തന്ന ബന്ധമാണെങ്കിൽ പോലും ട്വിൻ ഫ്ലെയിം ആണതുകൊണ്ട് ഞാനിത് ജീവിതകാലം മുഴുവൻ സഹിക്കണം, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കതിൽ എപ്പോൾ വേണമെങ്കിലും റിലീസ് ചെയ്ത് പുറത്തേക്ക് വരാവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇനി ഈ യാത്രയിൽ ഏറ്റവും നിഗൂഢമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പല ഡിവൈൻ ഫെമിനൈൻസിനും വലിയൊരു വിഷമവും സംശയവുമാണ്. ഞാനിവിടെ ഇത്രയധികം വേദന അനുഭവിക്കുമ്പോൾ എന്നെ വിട്ടിട്ട് പോയ എൻ്റെ പങ്കാളിക്ക് ഇതൊന്നും ഫീൽ ചെയ്യുന്നില്ലേ? അവരവിടെ പുതിയ ആളുകളോടൊപ്പം സന്തുഷ്ടനാണോ? ഇതിന് പിന്നിലെ ഊർജ്ജതന്ത്രം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ രണ്ടുപേരും ഒരേ ആത്മാവിൻ്റെ രണ്ട് വശങ്ങളായതുകൊണ്ട് തന്നെ ഊർജ്ജം രണ്ടുപേർക്കും ഒരേപോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അത് അനുഭവിക്കുന്ന രീതിയും പുറത്ത് കാണിക്കുന്ന രീതിയും തികച്ചും വ്യത്യാസമാണ്. ഡിവൈൻ ഫെമിനൈൻ എനർജി എപ്പോഴും ഇമോഷണലാണ്. അതുകൊണ്ട് അവർ ഈ ഊർജ്ജത്തെ പെട്ടെന്ന് തിരിച്ചറിയും, അതിലൂടെ കടന്നു പോവുകയും ചെയ്യും. വേദന പുറത്ത് കാണിക്കും, കണ്ണീരൊഴുക്കും, ഹീലിങ്ങിനായിട്ട് ശ്രമിക്കും. പക്ഷേ ഡിവൈൻ മാസ്കുലൻ എന്ന് പറയുന്നത് എപ്പോഴും കാര്യങ്ങളെ യുക്തിപരമായിട്ട് കാണാൻ ശ്രമിക്കും. ലോജിക് മൈൻഡായിരിക്കും. അപ്പോൾ ഈ ആത്മീയ കണക്ഷൻ്റെ ആഴവും തീവ്രതയൊക്കെ കാണുമ്പോൾ അവരുടെ ഈഗോ ഉണരും. തങ്ങളുടെ നിയന്ത്രണത്തിനപ്പുറത്തുള്ള വലിയ ഊർജ്ജമാണിതെന്ന് അവരുടെ ഉപബോധ മനസ്സ് തിരിച്ചറിയുമ്പോൾ അവർ ഭയപ്പെടാൻ തുടങ്ങും. അവരുടെ പഴയ ശീലങ്ങളും ജീവിത രീതികളൊക്കെ മാറ്റേണ്ടി വരുമോ എന്നൊരു ഭയം കാരണം അവർ നിങ്ങളുടെ മുമ്പിൽ ഈഗോ എന്ന വലിയൊരു മതിൽ കെട്ടിയുണ്ടാക്കും. ഓക്കെ. അവർ റണ്ണറായിട്ട് മാറി മറ്റുള്ള കാര്യങ്ങളിലേക്ക്, അതായത് ജോലി, കൂട്ടുകാർ, മറ്റ് താൽക്കാലിക ബന്ധം എന്നിവയിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ഉള്ളിലുണ്ടാകുന്ന തീവ്രമായിട്ടുള്ള ആ ഒരു വലിച്ചല് നേരിടാൻ കഴിയാത്തത് കൊണ്ടാണ്. അവർ ആക്ച്വലി റൺ ചെയ്ത് പോവാണ്. അവരുടെ ഉള്ളിലേക്ക് നോക്കുന്നതിന് പകരം അവർ ഓടിപ്പോവാണ് ചെയ്യുന്നത്. പുറമേക്ക് അവർക്കൊന്നും സംഭവിക്കാത്ത പോലെ തോന്നുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവരും ഇതേ ഊർജ്ജത്തിൻ്റെ അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നിഗൂഢമായിട്ടുള്ള സത്യമാണ്. നിങ്ങൾ അവരെ ആഴത്തിൽ ഓർക്കുമ്പോൾ സോറി അവരാഴത്തിൽ ഓർക്കുമ്പോൾ അവരിലും ആ എനർജീൻ്റെ വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ടാണ് അവരെ പൂർണ്ണമായിട്ടും വിട്ട് കളഞ്ഞ് നിങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കണം എന്ന് പറയുന്നത്. ഇനി ഈ ഭയം മാറ്റിയിട്ട് നമുക്കിങ്ങനെ ഹീലാകാൻ നോക്കാം. അപ്പോൾ ഈ കണക്ഷൻ്റെ തീവ്രത കണ്ട് ഭയന്ന് ഒളിച്ചോടുകയോ സ്വയം തളരുകയോ ചെയ്യുന്നതിന് പകരം ഇതിനെങ്ങനെ പോസിറ്റീവായിട്ട് ഹീൽ ചെയ്യാം, സുഖപ്പെടുത്താം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ മറക്കരുത്, ഇതൊരു ആത്മീയമായിട്ടുള്ള കണ്ണാടിയാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. മിറർ എഫക്റ്റാണ്. നിങ്ങളുടെ പങ്കാളി നിങ്ങൾ അവഗണിക്കുകയോ ഈഗോ കാണിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഭയപ്പെടരുത്. അവർ നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെയും മുറിവുകളെയുമാണ് കാണിച്ചു തരുന്നത്. അവരെ നോക്കിയിട്ട് ഹീൽ ചെയ്യുന്നതിന് പകരം നിങ്ങളെ നോക്കിയിട്ട് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളെവിടെയോ എന്നെ എല്ലാവരും ഉപേക്ഷിച്ചിട്ട് പോകുമെന്നുള്ളൊരു ഭയമുണ്ട്. അതുകൊണ്ട് അവർ നിങ്ങളിൽ നിന്നും ഓടി ഒളിക്കുന്നു. അവരുടെ ഈഗോയെ നിങ്ങളുടെ ഈഗോ കൊണ്ട് നേരിടാൻ നോക്കരുത് കേട്ടോ. അവർക്ക് അവരുടെ മാറ്റത്തിനുള്ള സമയം കൊടുക്കുക. നിങ്ങൾ ഈ സമയത്ത് നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും തിരിഞ്ഞ് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ആരോഗ്യം, സ്പിരിച്വൽ ഗ്രോത്ത് ഇവയ്ക്കൊക്കെ ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കാം. ചേസിങ് പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുക. ഊർജ്ജം എപ്പോഴും ഒരു ഒഴുക്കിലായിരിക്കും. നിങ്ങൾ എത്രത്തോളം അവരുടെ പിന്നാലെ ഓടുന്നോ, മെസ്സേജ് അയക്കുക, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ എനർജി അവരെ കൂടുതൽ ദൂരേക്ക് തള്ളി മാറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോക്കസ് പുറത്തു നിന്നും ഉള്ളിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. അവരെക്കുറിച്ചുള്ള ചിന്തകൾ മാറ്റിവെച്ച് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളാണ് യാത്രയിലെ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം. യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം ആ വ്യക്തി എങ്ങനെയെങ്കിലും സ്വന്തമാക്കുക എന്നുള്ളതല്ല. പലരും തെറ്റിദ്ധരിക്കുന്നു. മറിച്ച് നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ പഴയ മാനസിക മുറിവുകളെ സുഖപ്പെടുത്തുക. നിങ്ങളെ ബഹുമാനിക്കുകയും സ്നേഹിക്കാനും തുടങ്ങുക. നിങ്ങളുടെ ഫെമിനൈൻ എനർജി ശാന്തമായിട്ട് മാറും. നിങ്ങൾ ശാന്തമാകുമ്പോൾ ഒരേ ആത്മാവിൻ്റെ മറുപകുതിയായിട്ടുള്ള മാസ്കുലൻ എനർജിയും തനിയെ ശാന്തമായിക്കോളും. ഇനി അവർ ശാന്തമായാലും ശാന്തമായില്ലെങ്കിലും നമ്മളെ ശാന്തമാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ ശ്രമിക്കുക.
അതായത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഫെമിനൈൻ മാസ്കുലൈൻ എനർജി ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു വൂണ്ടഡ് ഫെമിനൈൻ, ഒരു വൂണ്ടഡ് മാസ്കുലൈൻ എല്ലാവരുടെയും ഉള്ളിലും ഉണ്ടാവും. അതിനെ നമ്മൾ സ്വയം ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ട്വിൻ ഫ്ലെയിം യാത്ര എന്ന് പറയുന്നത് നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രപഞ്ചം തന്ന ശാപമല്ല കേട്ടോ. അത് നിങ്ങളെ ആത്മീയമായിട്ട് ഉണർത്താനും നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ കരുത്ത് പുറത്തെടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടോക്സിക് ലേബൽ ഒരിക്കലും കുടുങ്ങി പോവാതിരിക്കുക. നിങ്ങൾ തിരിച്ചറിഞ്ഞാലും തിരിച്ചറിഞ്ഞില്ലെങ്കിലും, അവർ വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ ലൈഫ് ജീവിച്ചേ പറ്റൂ അല്ലേ. നമ്മളെ കംപ്ലീറ്റ് ആക്കിയേ പറ്റൂ അല്ലേ. ആർക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാൻ പറ്റും? അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടും കാത്തിരിക്കാതിരിക്കാം. നമ്മുടെ ഉള്ളിലെ സന്തോഷം സ്വയം കണ്ടെത്താം. നമ്മളെ സ്നേഹിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ കരുത്ത് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു കാര്യം, ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ തെറ്റല്ല. ഒരു പക്ഷേ അന്ന് ആ ഒരു ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു, ഇറ്റ്സ് ഓക്കെ. അത് അന്നത്തെ തിരിച്ചറിവില്ലായ്മ കൊണ്ടായിരിക്കാം. സ്വയം ഫോർഗീവ് ചെയ്ത് മുന്നോട്ട് നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ പലരും ഇങ്ങനെയുള്ള ശിവശക്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുടുങ്ങിപ്പോയി ചില ടോക്സിക് ബന്ധങ്ങളെ ന്യായീകരിച്ച് ആ ലൂപ്പിൽ തന്നെ കുടുങ്ങി പോകാറുണ്ട് കേട്ടോ. അപ്പം അത്തരം ആൾക്കാർക്കുള്ള ഒരു എന്താ പറയുക, ഒരു അവയർനെസ് കൂടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ആത്മീയ കണക്ഷനാണെന്ന് കരുതി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചതായിരിക്കാം. എന്നാൽ അവിടെ നിങ്ങൾക്ക് ലഭിച്ചത് ട്രോമ മാത്രമാണെങ്കിൽ ആ ചിന്തയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇറങ്ങിപ്പോരാൻ നിങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ട്. സ്വയം ക്ഷമിച്ചു കൊടുക്കുക. ട്വിൻ ഫ്ലെയിം എന്ന വാക്ക് കേൾക്കുമ്പോൾ ഇനി ഭയപ്പെടേണ്ടതില്ല. അതൊരു കടന്നുപോയ അധ്യായം മാത്രമാണ്. പ്രപഞ്ചം ഒരിക്കലും നിങ്ങളെ വേദന തിന്നാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ സമാധാനമാണ് പ്രധാനം. നിങ്ങളിപ്പോൾ പൂർണ്ണമായിട്ടും പ്രപഞ്ചത്തിൻ്റെ സംരക്ഷണത്തിലാണ്, സുരക്ഷിതത്വത്തിലാണ്. കൂടുതൽ കരുത്തോടെ സമാധാനത്തോടെ സ്വന്തം ജീവിതത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ ഹീലാകുമ്പോൾ നിങ്ങളുടെ ലോകം മനോഹരമാകും. ഓക്കെ. ഈ ഒരു വാക്കുകൾ നിങ്ങളുടെ മനസ്സിന് അല്പമെങ്കിലും ആശ്വാസം വ്യക്തതയും നൽകിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അനുഭവം സംശയങ്ങളൊക്കെ കമൻ്റായിട്ട് പങ്കുവയ്ക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം കേട്ടോ. താങ്ക് യു.